ഇന്നൊരു കിഡിലൻ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് കടല വെച്ചിട്ട് ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ നമ്മളിന്ന് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് 4 മുട്ടയും ഈ ഒരു പാത്രത്തിലോട്ടൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഞാൻ മുഴുവനായിട്ട് ഒന്നിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും ഒക്കെ നന്നായിട്ടൊന്ന് ബീറ്റായി കിട്ടണം. അതുവരെ നമുക്കൊരു 7-8 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനിടയിൽ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ വാനില എസൻസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചെറു ചൂടോട് കൂടിയിട്ടുള്ള പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതുകൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മൈദയൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അരിപ്പയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പോളം കൊക്കോ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ കുറേശ്ശെയായിട്ട് അരിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്കി കുറച്ചെടുത്തിട്ട് അരിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ കുറേശ്ശെ ആയിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മോൾഡിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അലുമിനിയത്തിൻ്റെ ഒരു സാധാരണ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിയിൽ എണ്ണ തൂവിയിട്ട് അതിന് മുകളിലായിട്ട് ബേക്കിംഗ് പേപ്പർ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബേക്കിംഗ് പേപ്പറിന് മുകളിലായിട്ട് കുറച്ച് എണ്ണ കൂടി തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ അലുമിനിയത്തിൻ്റെ പാത്രം വെച്ചിട്ടാണ് അതിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് സ്റ്റാൻഡ് വെച്ചിട്ട് അതിലാണ് നമ്മൾ കേക്കിൻ്റെ പാത്രം വെച്ച് കൊടുക്കുന്നത്. കേക്കിൻ്റെ പാത്രത്തിന് മുകളിലായിട്ടൊരു മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഒരു 35-40 മിനിറ്റോളം ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് 35 മിനിറ്റ് ആയപ്പോഴത്തേക്കിന് നന്നായിട്ടൊന്ന് ബേക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രളയം ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ പഞ്ചസാരയും കടലയും വെച്ചിട്ടാണ് കേട്ടോ നമ്മളത് റെഡിയാക്കി എടുക്കുന്നത്. പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽട്ടാക്കി എടുത്തിട്ടാണ് ഈ ഒരു കാര്യം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലോട്ട് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ കടല തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വറുത്ത കടലയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് വറുക്കുന്നൊന്നുമില്ല, നേരിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം വറുക്കാത്ത കടലയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് ആദ്യം ഒന്ന് ചട്ടിയിലിട്ടിട്ടൊന്ന് വറുത്തിട്ട് എടുക്കുക. അപ്പം പഞ്ചസാര ഇവിടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഏകദേശം ഒരു ഗോൾഡൻ കളറൊക്കെ ആയി വരുന്നുണ്ട്. നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കടലയൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് റെഡിയാവുന്ന സമയത്ത് ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ബട്ടർ പേപ്പർ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കാണ് നമ്മളിത് റെഡിയാക്കിയതിന് ശേഷം നേരിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കണം, അല്ല എന്നുണ്ടെങ്കിൽ ഇത് പാത്രത്തിൽ തന്നെ ഒട്ടിപ്പിടിച്ച് പോവും. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഇവിടെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. നല്ല ഗോൾഡൻ കളർ ആവുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കടലയൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം 1/4 കപ്പോളം കടലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറേ നേരം ഒന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്നങ്ങ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടർ പേപ്പറിലോട്ട് ഇതൊന്ന് മാറ്റാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം ബട്ടർ പേപ്പറിൽ.
ഇതൊന്ന് അങ്ങ് ചൂടാറുന്ന സമയത്ത് തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്കിന് മുകളിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചതുരത്തിലാണ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തണുക്കുന്ന സമയത്ത് അതൊന്ന് പൊട്ടിച്ചെടുക്കാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 3 പീസാക്കി ഇതുപോലെ ഒന്ന് വരഞ്ഞ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമിലോട്ട് 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അടിയിലൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിന് മുകളിലായിട്ടാണ് നമ്മൾ ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഗണേഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് ഒന്ന് ചെയ്തെടുക്കാം. കേക്ക് ഇവിടെ 4ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് ബോർഡിലോട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് തണുത്തതിന് ശേഷം ഈ ഒരു വിപ്പിംഗ് ക്രീമിന് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് 1-2 ടീസ്പൂൺ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പീനട്ട് ഷുഗറിൻ്റെ ആ ഒരു കാരമൽ ചെയ്ത സംഭവം ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 2 ടീസ്പൂൺ ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പീനട്ട് ക്രഷ് ചെയ്തത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാ ലെയറും ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്തതിന് ശേഷം കേക്ക് മുഴുവനായിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അതിന് ശേഷം നമുക്ക് ഇതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പം ചോക്ലേറ്റ് ഗനാഷിന് മുകളിലായിട്ട് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. സൈഡ് ഭാഗത്തേക്ക് ആവണമെന്നൊന്നുമില്ല കേട്ടോ, മുകൾ ഭാഗത്ത് മാത്രമായിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. സൈഡ് ഭാഗം നമ്മൾ പീനട്ടിൻ്റെ ക്രഷ് ചെയ്തതുണ്ടല്ലോ, അതൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് നമ്മൾ പീനട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സൈഡ് ഭാഗമൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴ്ഭാഗത്ത് അതുപോലെ പോയതൊക്കെ നമുക്ക് ഒന്നങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു ഡെക്കറേഷൻ കൂടി ഇതിൽ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഒരു ചതുരത്തിലുള്ള പീസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിന് മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിന് മുകളിലായിട്ട് 3 ചെറി കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. ചോക്ലേറ്റും അതുപോലെ തന്നെ കടലയുടെ ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്